ഇന്ത്യ ലോകത്തെ മുൻനിര സാമ്പത്തിക ശക്തിയായി കുതിക്കുന്നു എന്ന അവകാശവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം ഈ അവകാശവാദങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും നമുക്ക് ആശങ്കപ്പെടുത്തുന്ന രീതിയിലും പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയുടെ കടബാധ്യത ഓരോ വർഷവും 10% എന്ന തോതിൽ വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ CAG കണക്കുകൾ പുറത്തു വരുന്നത്. 2025 മാർച്ചിലെ കണക്കനുസരിച്ച് മാത്രം രാജ്യത്തിന്റെ ആകെ കടം 185.38 ലക്ഷം കോടി രൂപ എന്ന ഭീമാകാരമായ സംഖ്യയിൽ എത്തി നിൽക്കുന്നു. വളർച്ചയുടെ തിളക്കത്തിനിടയിലും രാജ്യം ഒരു വലിയ കടക്കിണിയിലേക്കാണ് നീങ്ങുന്നത്. അതോടൊപ്പം കേന്ദ്ര സർക്കാർ കടമെടുപ്പ് കൂട്ടുകയും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട അർഹമായ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു എന്ന ഗൗരവകരമായ ആരോപണവും ഇതോടൊപ്പം CAG റിപ്പോർട്ടിൽ ഉയരുന്നുണ്ട്. CAG റിപ്പോർട്ടിൽ വിദേശ കടത്തിന്റെ കാര്യത്തിലാണ് രാജ്യം ചരിത്രപരമായ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ വിദേശ കടത്തിൽ 11.56% റെക്കോർഡ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് 6.14 ലക്ഷം കോടിയിൽ നിന്ന് വിദേശ ബാധ്യത 8.74 ലക്ഷം കോടിയായി ഉയർന്നു. ആഭ്യന്തര കടത്തിന്റെ സ്ഥിതിയും ഭിന്നമല്ല. രാജ്യത്തിനകത്ത് നിന്നുള്ള വായ്പകൾ 99.09 ലക്ഷം കോടിയിൽ നിന്ന് 159.25 ലക്ഷം കോടി രൂപയായും കുതിച്ചുയർന്നിട്ടുണ്ട്. ലോക ബാങ്ക് ഉൾപ്പെടെയുള്ള 3 പ്രധാന അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇന്ത്യ പ്രധാനമായും കടങ്ങൾ സ്വീകരിക്കാറുള്ളത്. വരുമാനം കൂടുന്ന സമയവും കടമെടുപ്പ് കുറയ്ക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നതാണ് ഈ റിപ്പോർട്ടിലെ പ്രധാന വിമർശനം. ഈ റിപ്പോർട്ടിലെ ഏറ്റവും ഗൗരവകരമായ മറ്റൊരു വശം എന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനമാണ്. കേന്ദ്രം യഥേഷ്ടം കടമെടുക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി കർശനമായി നിയന്ത്രിക്കുകയും അവർക്ക് ലഭിക്കേണ്ട അർഹമായ വിഹിതം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ള ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉയർന്നു വരുന്നുണ്ട്. വനവൽക്കരണത്തിനായി സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട 10,380 കോടി രൂപ പോലും നൽകാതെ കേന്ദ്രം അത് സ്വന്തം പൊതുഫണ്ടിലേക്ക് വകമാറ്റിയെന്നും ഈ CAG റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. നികുതി വരുമാനത്തിൽ വലിയ വർധനവുണ്ടായിട്ടും സംസ്ഥാനങ്ങൾക്കുള്ള സഹായം കുറയ്ക്കുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്. കേരളം പോലെ BJP ഇതര സംസ്ഥാനങ്ങൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ അർഹമായ ഫണ്ടുകൾ തടഞ്ഞുവെക്കുന്ന നയം വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയൊരുക്കുകയാണ്. കേന്ദ്രം സാമ്പത്തികമായി ശക്തിപ്പെടുമ്പോൾ സംസ്ഥാനങ്ങൾ ദുർബലമാകുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യത്തിന് ഗുണകരമല്ല. GST വിഹിതം നൽകുന്നതിലും ഗ്രാന്റുകൾ അനുവദിക്കുന്നതിലും രാഷ്ട്രീയ വിവേചനം ഉണ്ടെന്ന ആരോപണങ്ങളും ശക്തമാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്നത് കേവലം അക്കങ്ങളിലുള്ള കാര്യമല്ല, മറിച്ച് സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും സാമ്പത്തിക സുരക്ഷിതത്തിൽ ഇരിക്കുന്ന ഒന്നാണ്. കടം വാങ്ങുന്നതിൽ റെക്കോർഡ് ഇടുമ്പോഴും ആ പണം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. Waytonikah.com, the exclusive Muslim matrimonial site.